ട്രോളിംഗ് നിരോധനത്തോടെ സർക്കാർ കൈയൊഴിഞ്ഞതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഫിഷിംഗ് ബോട്ട് തൊഴിലാളികൾ. പ്രതികൂല കാലാവസ്ഥയ്ക്കും കപ്പൽ അപകടത്തിനും പിന്നാലെയുള്ള ട്രോളിംഗ് നിരോധനം മേഖലയെ സ്തംഭിപ്പിക്കുന്നതോടെ ഒട്ടനവധി മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ വഴിമുട്ടും. നിരോധനം ഏർപ്പെടുത്തിയതിൽ സർക്കാർ ഇളവ് വരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യമൊപ്പം സർക്കാരിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ഈ മാസം 10 മുതൽ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. ഈ കാലയളവിൽ കേരള തീരത്ത് മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകുവാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ലെന്നാണ് നിർദ്ദേശം. ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് ഫിഷിംഗ് ബോട്ട് ഉടമകളും തൊഴിലാളികളും. വേനലിൽ മത്സ്യത്തിന്റെ ലഭ്യതക്കുറവിന് പിന്നാലെ കപ്പൽ അപകടവും നടന്നിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് വീണ്ടും ട്രോളിംഗ് നിരോധനം കൂടെ വരുന്നത്. ഈ സമയം യോജിച്ചതല്ലെന്നും സർക്കാർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൊല്ലത്തെ ബോട്ടുടമകൾ പറഞ്ഞു. ഈ മത്സ്യത്തിന്റെ വളർച്ചയും ഇതിന്റെ പ്രജനനത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഈ സമയത്ത് ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കേണ്ടത് ഈ സമയത്തല്ല, അത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ട്രോളിംഗ് നിരോധനം ഈ സമയത്ത് നടത്തുന്നത് അശാസ്ത്രീയമാണ്. 38 വർഷം പിന്നിടുമ്പോഴും ഈ ട്രോളിംഗ് നിരോധനം ഇങ്ങനെ തന്നെ തുടരുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗവൺമെന്റ് തീർച്ചയായും അതിന് പുനഃപരിശോധിക്കാൻ ആലോചിക്കണം. 15-ാം തീയതിയോടെ തമിഴ്നാട്ടിലെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. ഇതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങിയാൽ തങ്ങളെ അത് കൂടുതൽ വറുതിയിലാക്കുമെന്നും ആശങ്കയുണ്ട്. ട്രോളിംഗ് നിരോധനത്തിൽ സർക്കാർ ഇളവ് വരുത്തണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ട്രോളിംഗ് നിരോധനം ഈ 15-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് യഥേഷ്ടം ബോട്ടുകൾ വന്ന് കേരളത്തിൽ മത്സ്യബന്ധനം നടത്തുന്നു. അതുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബോട്ടുകളെ ഗവൺമെന്റ് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ ഘടകമാണ്. മത്സ്യസമ്പത്തിന്റെ വർധനവും സംരക്ഷണവും ട്രോളിംഗ് നിരോധനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നിരിക്കെ അതിന് വിപരീതമായാണ് സംഭവിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്നു. ഈ സമയങ്ങളിൽ സർക്കാർ നൽകുന്ന തുച്ഛമായ ആനുകൂല്യങ്ങൾ കൊണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ പട്ടിണി മാറുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജനം, കൊല്ലം.